പ്രിസർവേഷൻ ഓഫ് മഷ്റൂംസ്. എന്താണ് മഷ്റൂമിൻ്റെ പ്രിസർവേഷൻ എന്ന് നോക്കാം. പ്രിസർവേഷൻ ആൻഡ് സ്റ്റോറേജ് ഓഫ് മഷ്റൂം. സോ പ്രിസർവേഷൻ ഇപ്പോൾ ലാർജ് സ്കെയിൽ മാർക്കറ്റ് അവൈലബിൾ അല്ലെങ്കിൽ ഒരു മഷ്റൂമിനെ സൂക്ഷിക്കുന്ന ഒരു മെത്തേഡാണ് പ്രിസർവേഷൻ. മഷ്റൂം കേടായി പോകാതെ സൂക്ഷിക്കുന്ന മെത്തേഡാണ്. മഷ്റൂം കർഷകർ ഈ ഒരു പല ടെക്നിക്ക് ഉപയോഗിക്കുന്നുണ്ട്. കാരണം മഷ്റൂം പെട്ടെന്ന് കേടായിപ്പോവും. മഷ്റൂമിന് ഹൈ റേറ്റ് ഓഫ് റെസ്പിറേഷൻ ആണുള്ളത്. അല്ലെങ്കിൽ കറക്റ്റായിട്ട് നമ്മളതിനെ സൂക്ഷിച്ചില്ലെങ്കിൽ അത് പെട്ടെന്ന് കേടായിപ്പോവും. അടുത്തൊക്കെ മാർക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രിസർവ് ചെയ്യാതെ 2-3 ദിവസമൊക്കെ സൂക്ഷിക്കാം. പക്ഷേ കൂടുതൽ കാലം സൂക്ഷിക്കണമെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രിസർവേഷൻ മെത്തേഡ് യൂസ് ചെയ്യണം. ദെൻ അതിൽ ഫസ്റ്റ് വൺ സ്റ്റോറേജ് ആണ്. ദെൻ ഇതിൽ ഷോർട്ട് ടേം സ്റ്റോറേജ് ആൻഡ് ലോങ് ടേം സ്റ്റോറേജ്, 2 ടൈപ്പ് സ്റ്റോറേജ് ആണുള്ളത്. ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം സ്റ്റോറേജ്. ഷോർട്ട് ടേം എന്ന് പറഞ്ഞാൽ ഷോർട്ട് പീരീഡാണ് സ്റ്റോർ ചെയ്യുന്നത്. 5 days വരെ സ്റ്റോർ ചെയ്യാൻ പറ്റും ഷോർട്ട് ടേം സ്റ്റോറേജ് വെച്ച്. അടുത്ത മാർക്കറ്റിൽ, തൊട്ടടുത്തുള്ള മാർക്കറ്റിലൊക്കെ കൊടുക്കാനാണെങ്കിൽ വളരെ കുറച്ച് കാലം സ്റ്റോർ ചെയ്താൽ മതി. കുറച്ച് കാലം, വളരെ കുറച്ച് ദിവസം സ്റ്റോർ ചെയ്യാനാണ് ഷോർട്ട് ടേം സ്റ്റോറേജ് യൂസ് ചെയ്യുന്നത്. ലോങ് ടേം എന്ന് പറഞ്ഞാൽ വളരെ ദൂരെ കൊണ്ടുപോവുകയാണെങ്കിൽ ലോങ് ടേം സ്റ്റോറേജ് യൂസ് ചെയ്യണം. കാരണം മഷ്റൂംസ് വളരെ ഡെലിക്കേറ്റ് ആണ്. നല്ല ഗുഡ് പ്രിസർവേഷൻ മെത്തേഡ് യൂസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ വളരെ കാലം സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. മഷ്റൂമിൻ്റെ ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടീസൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാവുന്ന രീതിയിലുള്ള ഗുഡ് പ്രിസർവേഷൻ യൂസ് ചെയ്യണം. അതിൽ ബാഗിങ് അല്ലെങ്കിൽ കവറിങ് ആണ്. ബാഗിങ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഷോപ്പിലൊക്കെ കിട്ടും പോലെ PVC ഫിലിമിൽ നമ്മൾ കവർ ചെയ്ത് സൂക്ഷിക്കുന്നു. അത് തെർമോക്കോൾ ബോക്സിനകത്ത് സൂക്ഷിക്കാം. 5 to 7 days വരെ ഇങ്ങനെ സൂക്ഷിക്കാം. 15 to 20 degree Celsius ടെമ്പറേച്ചർ. ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴും ഈ ഒരു ടെമ്പറേച്ചർ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. അൺകവേർഡ് മഷ്റൂംസ് 2 to 4 days മാത്രമേ അത് ഇരിക്കുകയുള്ളൂ, ഷെൽഫ് ലൈഫ് ഉള്ളൂ. ഇങ്ങനെ കവർ ചെയ്താൽ 5 to 7 days വരെ സൂക്ഷിക്കാം. നമ്മുടെ സദേൺ പാർട്ട് ഓഫ് ഇന്ത്യ, സൗത്ത് ഇന്ത്യയിൽ മഷ്റൂംസ് ഈ പോളിത്തീൻ ബാഗിലൊക്കെ കവർ ചെയ്ത് പിന്നെ അതിനെ ബാംബു ബാസ്ക്കറ്റ് അല്ലെങ്കിൽ കാർഡ്ബോർഡ് ബാസ്ക്കറ്റിനകത്ത് വെച്ച് ട്രാൻസ്പോർട്ട് ചെയ്യാം. വേറെ കടകളിലൊക്കെ കൊണ്ടുപോയി വിൽക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. ദെൻ കൺട്രോൾഡ് അറ്റ്മോസ്ഫിയർ. ഇവിടെയാണെങ്കിൽ കൺട്രോൾഡ് അറ്റ്മോസ്ഫിയർ 9% ഓക്സിജൻ ആൻഡ് 25% കാർബൺ ഡൈ ഓക്സൈഡ്, അങ്ങനെ ഒരു പർട്ടിക്കുലർ അറ്റ്മോസ്ഫിയർ കൊടുത്ത് ഇത് സൂക്ഷിക്കാം. അങ്ങനെ കുറച്ച് കാലം ഇതിനെ സൂക്ഷിക്കാൻ പറ്റും. അല്ലെങ്കിൽ വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ പാർഷ്യൽ ഇവാക്യുവേഷൻ എന്ന് പറഞ്ഞാൽ വാക്വം കൊടുക്കുന്നു. അവിടെയുള്ള എയറെല്ലാം റിമൂവ് ചെയ്യുന്നു. ദെൻ കാർബൺ മോണോക്സൈഡ് എന്ന് പറഞ്ഞൊരു ഗ്യാസ് അവിടെ ഫ്ലഷ് ചെയ്യുന്നു. പിന്നെ അത് ലോ ടെമ്പറേച്ചറിൽ സൂക്ഷിക്കുന്നു. ഇങ്ങനെ 20 ദിവസം വരെ ഇതിനെ സൂക്ഷിക്കാൻ പറ്റും കൺട്രോൾഡ് അറ്റ്മോസ്ഫിയറിൽ. ദെൻ ലോ ടെമ്പറേച്ചർ, ഇത് വളരെ കുറഞ്ഞ ടെമ്പറേച്ചർ പ്രിസർവ് ചെയ്യുന്ന മെത്തേഡാണ്. ഇത് നമ്മൾ പാക്ക് ചെയ്യുമ്പോഴേക്ക് ട്രാൻസ്പോർട്ടേഷന് വേണ്ടി വുഡൻ കേസസ്, നമ്മൾ തടിയിലുള്ള പെട്ടികളിലൊക്കെ പാക്ക് ചെയ്യും. അതിൻ്റെ സെൻട്രൽ കമ്പാർട്ട്മെൻറ്റിൽ ഒരു ഐസ് പാക്കറ്റ് വയ്ക്കും. 3 സെക്ഷനായിട്ട് മാറ്റിയിട്ട് സെൻട്രൽ ഐസ് പാക്കറ്റ് വയ്ക്കും. ദെൻ മഷ്റൂം 10 to 15 ഡിഗ്രി സെൽഷ്യസിൽ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിനകത്ത് പാക്ക് ചെയ്ത് ഈ ഐസ് പാക്കറ്റിൻ്റെ 2 വശങ്ങളിലും വെച്ച് സൂക്ഷിക്കും. മഷ്റൂം സ്റ്റോർഡ് 10 to 15 degree സെൻറ്റിഗ്രേഡ്. അപ്പോൾ അതിനുശേഷം പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിനകത്താണ് മഷ്റൂം സ്റ്റോർ ചെയ്യുന്ന. 4 ദിവസം വരെ ഇങ്ങനെ ഇതിനെ സംരക്ഷിക്കാൻ പറ്റും. മോയ്സ്ചർ കണ്ടൻറ്റ് 5% ലോസ്, 5% താഴെ ആയിരിക്കും ലോസ് വരുന്നത്. ഇനി ഗാമ റേഡിയേഷൻ, ഇത് റേഡിയേഷനാണ്. അതൊരു പർട്ടിക്കുലർ റേഡിയേഷനാണ്. ഇത് ഇങ്ങനെ മഷ്റൂം അവിടെ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യുന്ന സ്ഥലത്ത് ഈ ഗാമ റേഡിയേഷൻ കൊടുക്കുകയാണെങ്കിൽ അതിനൊരു അതിൻ്റെ അളവുണ്ട്. 250 K റാഡ് എന്ന് പറഞ്ഞൊരു ഡോസേജ് ഉള്ള ഗാമ റേഡിയേഷൻ ഇറാഡിയേറ്റ് ചെയ്യും. എന്നിട്ട് സ്റ്റോർ ചെയ്യും. 15 degree സെൽഷ്യസിൽ സ്റ്റോർ ചെയ്യും. ഇങ്ങനെ 10 ദിവസം വരെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇത് വളരെ ദൂരെ മഷ്റൂമിനെ വിൽക്കാനൊക്കെ കൊണ്ടുപോകുമ്പോൾ ഇത് ഉപയോഗിക്കാം. വെൻ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്രൊഡക്ഷൻ ആൻഡ് മാർക്കറ്റിംഗ് ആർ വെരി ഹൈ. ഇതാണ് ഏറ്റവും നല്ല സൊല്യൂഷൻ. ദെൻ വേറെ മെത്തേഡുണ്ട്, ബ്ലാഞ്ചിങ്, സ്റ്റീപ്പിംഗ്, സൺ ഡ്രൈയിങ്, കാനിങ്, പിക്ലിംഗ് ആൻഡ് ഫ്രീസ് ഡ്രൈ എന്ന് പറഞ്ഞ മെത്തേഡാണ് ഇനി നമ്മൾ നോക്കുന്നത്. ദീസ് ആർ ലോങ് ടേം സ്റ്റോറേജ് പ്രോസസ്സ്. ഇതിനെ നമ്മൾ വളരെ അപ്രോപ്രിയേറ്റ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ
ആ മഷ്റൂമിനെ വളരെ നന്നായിട്ട് അല്ലെങ്കിൽ ഫ്രഷായിട്ട് തന്നെ സൂക്ഷിക്കാൻ പറ്റും. ഫ്രഷും ഇതുപോലെ സ്റ്റോർ ചെയ്ത മഷ്റൂമും തമ്മിൽ വല്ല വ്യത്യാസം തന്നെ കാണാൻ പറ്റാത്ത രീതിയിൽ സൂക്ഷിക്കാം. ബ്ലാഞ്ചിങ്, സ്റ്റീപ്പിംഗ്, സൺ ഡ്രൈയിങ്, കാനിങ് ആൻഡ് പിക്ലിംഗ്, ദെൻ ഫ്രീസ് ഡ്രൈയിങ്, ഇതാണ് ഡിഫറെൻറ്റ് മെത്തേഡ്സ്. അപ്പോൾ ബ്ലാഞ്ചിങ് എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഇത് പക്ഷേ ഡിസ്കളറേഷൻ, മഷ്റൂമിൻ്റെ കളർ ചേഞ്ച് വളരെയധികം കുറയ്ക്കാൻ പറ്റും. പക്ഷേ ഷ്രിങ്കേജ്, മഷ്റൂം കുറച്ച് ചുരുങ്ങിപ്പോവും. ഇത് ബ്ലാഞ്ചിങ് ഫസ്റ്റ് വാഷ് ചെയ്തിട്ട് സോയിൽ പാർട്ടിക്കിൾസ് ആൻഡ് അതർ ഡെബ്രിസ്, അതിലുള്ള അഴുക്കൊക്കെ റിമൂവ് ചെയ്യും. ദെൻ ഈ ക്ലീൻ ചെയ്ത മഷ്റൂമിനെ ബോയിലിംഗ് വാട്ടർ, ചൂടുവെള്ളത്തിലിട്ട് ചൂടാക്കും 2 to 3 minutes. ദെൻ അതിന് ഐസ് വാട്ടർ അല്ലെങ്കിൽ കോൾഡ് വാട്ടറിൽ മുക്കും. കാരണം അതിൽ നിന്നുള്ള വെള്ളത്തിൻ്റെ അംശം ചോർന്നു പോകാതിരിക്കാനാണ്, ലീച്ചിങ് പ്രോസസ്സ് തടയാനായിട്ടാണ്. ഇത് ബ്ലാഞ്ചിങ് എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ എൻസൈമിൻ്റെ ആക്ഷനൊക്കെ സ്റ്റോപ്പ് ചെയ്യും. അതുകൊണ്ട് ഈ മഷ്റൂം പെട്ടെന്ന് ചീത്ത ആവില്ല, അല്ലെങ്കിൽ മഷ്റൂമിൻ്റെ സോപ്പിനെസ്, മഷ്റൂം വരുമ്പോൾ അതിൽ പത പോലെ ആയി മാറില്ല. മോറോവർ ഇതുകൊണ്ട് ലാർജ് എമൗണ്ട് ഓഫ് മഷ്റൂം ഷോർട്ട് പീരീഡിൽ നമുക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് മഷ്റൂം ടു ബി ബ്ലാഞ്ച്ഡ്. ഒരു സമയം ഒരു പർട്ടിക്കുലർ എമൗണ്ടേ നമുക്ക് ചൂടുവെള്ളത്തിലിടാൻ പറ്റുള്ളൂ. ദെൻ ഈ ഇങ്ങനെയുള്ള ബ്ലാഞ്ച്ഡ് ആയിട്ടുള്ള മഷ്റൂമിനെ സൂപ്പ്, സ്റ്റ്യൂ, പാസ്ത, സോസസ് ഇതിലൊക്കെ യൂസ് ചെയ്യാം. സൂപ്പൊക്കെ പ്രിപ്പയർ ചെയ്യാം, സ്റ്റ്യൂ, ദെൻ സോസസ് അതിനൊക്കെ പ്രിപ്പയർ ചെയ്യാൻ യൂസ് ചെയ്യാം. ദെൻ സ്റ്റീപ്പിംഗ് എന്ന് പറഞ്ഞാൽ വേർഡ് പറയുന്നത് സോക്കിംഗ്, മുക്കിയിടുക, ലിക്വിഡിൽ മുക്കുക. സോക്കിംഗ് മഷ്റൂംസ് ഇൻ ലിക്വിഡ് ഇൻ ഓർഡർ ടു ക്ലീൻ, സോഫ്റ്റൻ. അപ്പോൾ ക്ലീൻ ചെയ്ത് സോഫ്റ്റൻ ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും ഒരു ലിക്വിഡിൽ മുക്കിയിടുന്നത്, അതിനെയാണ് സ്റ്റീപ്പിംഗ് എന്ന് പറയുന്നത്. ഇത് ഹൈഡ്രേറ്റ് അല്ലെങ്കിൽ സാച്ചുറേറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് പ്രൊസീജിയറുണ്ട്. ഫ്രഷ് മഷ്റൂം വാഷ്ഡ് ആൻഡ് കട്ട് ഇൻ ടു പീസസ്. അപ്പം ഫ്രഷ് മഷ്റൂം എടുത്ത് വാഷ് ചെയ്ത് കട്ട് ചെയ്ത് പീസാക്കണം. ദെൻ പീസസ് ഇമേഴ്സ്ഡ് ഇൻ ലിക്വിഡ്. ഈ പീസസിനെ ചില ലിക്വിഡിലാണ് ഇമേഴ്സ് ചെയ്യേണ്ട. ആ ലിക്വിഡിൻ്റെ കോമ്പോസിഷൻ 15 to 20% സോൾട്ട് ഉണ്ട്. ദെൻ 0.5% സിട്രിക് ആസിഡ് ആൻഡ് 100 parts per million സൾഫർ ഡയോക്സൈഡ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സൊല്യൂഷനാണ് എടുത്തിട്ട്, ആ സൊല്യൂഷൻ ഒരു ഗ്ലാസ് വെസലിൽ, അല്ലെങ്കിൽ മഷ്റൂം ഒരു ഗ്ലാസ് വെസലിൽ എടുത്തിട്ട് ഈ ഒരു സൊല്യൂഷൻ അതിൽ ഒഴിച്ചു കൊടുക്കുന്നു. അതിനുശേഷം ഈ വെസൽ വളരെ എയർ ടൈറ്റായിട്ട് സീൽ ചെയ്ത് വയ്ക്കും. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണെന്ന് വെച്ചാൽ 15 to 20% സോൾട്ട്, 0.05% സിട്രിക് ആസിഡ് ആൻഡ് 100 parts per million സൾഫർ ഡയോക്സൈഡ്. ഈ സൊല്യൂഷനാണ് മഷ്റൂമിനെ മുക്കി വയ്ക്കുന്നത്. മെത്തേഡ് ക്യാൻ ബി യൂസ് ഫോർ കുക്കിംഗ്. അപ്പോൾ ഇത് ഈ വെജിറ്റബിൾ കുക്കിംഗ്, പിക്ലിംഗ്, കാനിങ് അങ്ങനെയുള്ള കാര്യത്തിനും ഇത് ഉപയോഗിക്കാം. അത് ബൾക്ക് പ്രിസർവേഷൻ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ പുതിയൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റീപ്പിംഗ് ലിക്വിഡ് ഉപയോഗിക്കാം. ഇതിലൊരു എക്സാമ്പിളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വേറെ ലിക്വിഡ് ഉപയോഗിക്കാം. അപ്പോൾ മഷ്റൂമിൻ്റെ ക്വാളിറ്റി, ടേസ്റ്റൊക്കെ എന്ത് ചെയ്യാം, ഡിഫറെൻ്റായിട്ട് വേരി ചെയ്ത് സൂക്ഷിക്കാം. പല ടേസ്റ്റുള്ള മഷ്റൂംസ് പ്രിപ്പയർ ചെയ്യാം. ദെൻ വിനിഗറിൽ പ്രിസർവേഷൻ ചെയ്യുന്നതാണ്. വിനിഗർ എന്ന് പറഞ്ഞാൽ അതൊരു സിന്തറ്റിക് വിനിഗറാണ്. 6% ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ് ഇൻ വാട്ടർ. ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ് 6% സൊല്യൂഷൻ വാട്ടറുമായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് അതിൽ മഷ്റൂം മുക്കി വയ്ക്കുന്നു. ബൾക്ക് പ്രിസർവേഷൻ ഇത് യൂസ് ചെയ്യാം. ദെൻ പിക്ലിംഗ് യൂസ് ചെയ്യാം. ഇതിവിടെ സ്വീറ്റ് അല്ലെങ്കിൽ സോർ പ്രിസർവേഷൻ, സ്വീറ്റ്, മധുരമുള്ളതോ പുളിപ്പുള്ളതോ ആയിട്ടുള്ള പ്രിസർവേഷനൊക്കെ യൂസ് ചെയ്യാം. അടുത്ത് കെമിക്കൽ പ്രിസർവേഷനാണ്. ഇത് 1% പൊട്ടാസ്യം മെറ്റാബൈസൾഫേറ്റ്. അതൊരു പ്രിസർവേറ്റീവാണ്. അതിൽ സ്റ്റോർ ചെയ്ത് കുറേ കാലം സ്റ്റോർ ചെയ്യാൻ പറ്റും. ദെൻ ഡീഹൈഡ്രേഷൻ ഓഫ് മഷ്റൂംസ് ഡീഹൈഡ്രേറ്റ് ചെയ്ത് സൂക്ഷിക്കാം. ഇത് വളരെ മെച്ചറായിട്ടുള്ള സ്റ്റേജുള്ള മഷ്റൂമിനെയാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ സ്റ്റോക്ക് വളരെ വലുതാണെങ്കിൽ കട്ട് ചെയ്ത് സ്മോൾ പീസസ് ആക്കണം. ഒന്നിൽ ഇത് നമ്മൾ വെയിലത്ത് വെച്ച് ഡ്രൈ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഓവനിൽ വെച്ച് 60 to 70 degree സെൽഷ്യസിൽ ഇത് ഡ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഡ്രൈ ചെയ്യുമ്പോൾ മഷ്റൂമിൻ്റെ വെയിറ്റ് വളരെയധികം റെഡ്യൂസ് ചെയ്യുന്നു. 1/10 ആയിട്ട് മാറും. മഷ്റൂമിൻ്റെ വെയിറ്റ് ഒറിജിനലിൻ്റെ 1/10 ആയിട്ട് മാറും ഡ്രൈ ചെയ്ത് കഴിയുമ്പോൾ. ദെൻ ഈ ഡ്രൈഡ് മഷ്റൂംസിനെ സ്റ്റോർ ചെയ്യാം. എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സ് സ്റ്റോർ ചെയ്ത് കൂൾ ഡ്രൈ പ്ലേസസിൽ വയ്ക്കാം. അല്ലെങ്കിൽ ഇതിനെ പൗഡറായിട്ട് മാറ്റാം, സൂപ്പിലൊക്കെ ഉപയോഗിക്കാം. പൗഡറായിട്ട് മാറ്റി സൂപ്പിൽ ഉപയോഗിക്കാം. ഈ പൗഡറിനെ എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സിൽ സൂക്ഷിച്ച് വയ്ക്കാം.
ദെൻ അല്ലെങ്കിൽ ഡ്രൈഡ് ആസച്ചായിട്ട് ഡ്രൈഡ് മഷ്റൂംസിനെ ആസച്ചായിട്ട് എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സിൽ അത് സൂക്ഷിക്കുക. ഇത് കുറേ കാലം സൂക്ഷിച്ചാലും ഇതിൻ്റെ കളറിനും മണത്തിനും ഒന്നും പ്രത്യേകിച്ച് മാറ്റമൊന്നും വരില്ല. 6 to 7 months വരെ ഇതിനെ സ്റ്റോർ ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ ഇതിനെ അസ്കോർബിക് ആസിഡ് ഷുഗർ എന്ന് പറഞ്ഞ സൊല്യൂഷനിൽ ഇമേഴ്സ് ചെയ്ത് വെക്കാം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇതിനെ പ്രിസർവ് ചെയ്യാം. ഡ്രൈ ചെയ്തിട്ട് ഷുഗർ സൊല്യൂഷൻ, അസ്കോർബിക് ആസിഡ് ഇതിൻ്റെ ഈ 2 സൊല്യൂഷനിൽ മുക്കി വയ്ക്കാം. അടുത്തത് നമ്മൾ നോക്കുന്നത് ക്യാനിങ് ആണ്. ക്യാനിങ് എന്ന് പറഞ്ഞാൽ കണ്ടെയ്നേഴ്സിൽ സൂക്ഷിക്കുക. ഇത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ്. പക്ഷേ എല്ലാ മഷ്റൂമിനെ ഇങ്ങനെ ക്യാൻ ചെയ്ത് സൂക്ഷിക്കാൻ പറ്റില്ല. ബട്ടൺ മഷ്റൂമിനെയാണ് ഇത് ക്യാൻ ചെയ്യുന്നത്. ഫുള്ളായിട്ട് ഉള്ള മഷ്റൂം അല്ലെങ്കിൽ കട്ട് ചെയ്ത് സ്ലൈസ് ചെയ്ത മഷ്റൂം അങ്ങനെയൊക്കെ ഉള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മഷ്റൂം ഉപയോഗിക്കാം. ദെൻ ഏർലി സ്റ്റേജ് മഷ്റൂംസ് മസ്റ്റ് ബി പിക്ഡ്. ഏർലി സ്റ്റേജിൽ തന്നെ ഇതിനെ കളക്ട് ചെയ്യണം. ദെൻ ഇതിനെ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്യണം. സ്റ്റോക്ക് കട്ട് ചെയ്യണം. ബട്ടൻ്റെ അടുത്ത് വെച്ച് ഇതിൻ്റെ സ്റ്റോക്കിനെ കട്ട് ചെയ്യണം. വളരെ ഡിസ്കളറേഷൻ, കളർ ചേഞ്ചൊക്കെ ഉള്ള പോർഷൻ റിജക്റ്റ് ചെയ്യണം. ദെൻ മഷ്റൂംസ് വളരെ ചെറിയ മഷ്റൂംസ് ആണ് ഇതിന് ഉപയോഗിക്കുന്നത്, ബട്ടൺ മഷ്റൂംസ്. അതിൽ 0.4 to 1 centimeter ലോങ് സ്റ്റോക്കായിരിക്കാം. ദെൻ മഷ്റൂംസ് ഇവിടെ ക്യാൻ ചെയ്യുന്നതിന് മുമ്പ് വാഷ് ചെയ്തിട്ട് ഇതിൽ സോയിലൊക്കെ റിമൂവ് ചെയ്യണം. പിന്നെ ചൂടുവെള്ളത്തിലിടാം. ബ്ലാഞ്ചിങ് എന്ന് പറഞ്ഞാൽ ചൂടുവെള്ളത്തിൽ ഇടണം. കാരണം അതിൻ്റെ ഡിസ്കളറേഷനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഷ്രിങ്കേജ് ഉണ്ടാവും. 30 to 35% ഷ്രിങ്കേജ് ഉണ്ടാവാം. ഫ്രഷ് മഷ്റൂംസ് ആർ ഡിപ്ഡ് ഇൻ ബോയിലിംഗ് വാട്ടർ 2 to 3 minutes ആൻഡ് പുട്ട് ഇൻ കോൾഡ് വാട്ടർ. അപ്പോൾ ഫ്രഷ് മഷ്റൂംസിനെ ബോയിലിംഗ് വാട്ടറിൽ ഡിപ്പ് ചെയ്യുക. ദെൻ കോൾഡ് വാട്ടറിൽ വീണ്ടും ഡിപ്പ് ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ ലീച്ചിങ് കുറയ്ക്കാൻ പറ്റും. അതിൽ നിന്നുള്ള വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് അല്ലെങ്കിൽ പുറത്ത് പോകുന്നതിന്, അതിൽ നിന്ന് വെള്ളം നഷ്ടപ്പെടുന്നതിന് സൂക്ഷിക്കാൻ പറ്റും. ചിലപ്പോൾ ഇത് 25% വരെ ലീച്ചിങ് വഴി നഷ്ടപ്പെടാം മഷ്റൂമിലുള്ള വെള്ളം. ദെൻ ബ്ലാഞ്ച്ഡ് ആൻഡ് കൂൾഡ് മഷ്റൂംസ് ആർ ഫിൽഡ് ഇൻ ക്യാൻസ്. അങ്ങനെ ബ്ലാഞ്ച് ചെയ്ത് കൂൾ ചെയ്ത മഷ്റൂംസിനെ ക്യാനിൽ നിറയ്ക്കാം. 1.25 centimeter സ്പേസ് ഇടവിട്ടാണ് നിറയ്ക്കുന്നത്. അവിടെ ഉപ്പുവെള്ളമാണ് യൂസ് ചെയ്യുന്നത്. ബ്രൈൻ സൊല്യൂഷൻ, 2% കോമൺ സോൾട്ട്, 2% ഷുഗർ, 0.3% സിട്രിക് ആസിഡ്. അപ്പോൾ ഇതെല്ലാം ചേർത്താണ് ബോയിൽ ചെയ്യുന്നത്. 2% കോമൺ സോൾട്ട്, 2% ഷുഗർ, 0.3% സിട്രിക് ആസിഡ്. ദെൻ ഇത് ബോയിൽ ചെയ്ത് ഫിൽട്ടർ ചെയ്ത് മസ്ലിൻ ക്ലോത്ത്, ഒരു തരം തുണിയാണ്, അത് വെച്ച് ഫിൽട്ടർ ചെയ്തിട്ട് ദെൻ ഇതെല്ലാം കൂടെ ക്യാനിൽ നിറയ്ക്കുന്നു. അതിനുശേഷം മഷ്റൂം അതിലിട്ട് മഷ്റൂം നിറച്ച ക്യാനിലോട്ടാണ് ഈ സൊല്യൂഷൻ ഫില്ല് ചെയ്യുന്നത്. അതിനുശേഷം ഇതിനെ ബോയിലിംഗ് വാട്ടറിൽ വെച്ച് തിളപ്പിക്കുന്നു. 80 to 85 degree വരെ തിളപ്പിക്കണം. ഈ കുപ്പിയുടെ ലിഡ് അടയ്ക്കുന്നതിന് മുമ്പ് എയർ ടൈറ്റ് ആയിട്ട് മാറ്റണം. എയറെല്ലാം റിമൂവ് ചെയ്യണം. ഇതിന് ശേഷം ഈ ക്യാനിനെ 150 degree Celsius 10 lbs പ്രഷർ 20 to 30 minutes സ്റ്റീം ചെയ്യണം. 115 degree Celsius 10 lbs പ്രഷറിൽ സ്റ്റീം ചെയ്യണം. കാരണം കുറച്ചുകൂടെ ഇതിനെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്യാൻ്റെ സൈസ് അനുസരിച്ച് സമയം കൂട്ടിക്കൊടുക്കാം. അത് സ്റ്റെറിലൈസേഷൻ പർപ്പസാണിത്. അതിനുശേഷം ഫ്രഷ് വാട്ടർ വെച്ച് കൂൾ ചെയ്യാം. ലേറ്റർ ദേ ആർ വൈപ്പ് ഡ്രൈ. ഈ ക്യാനെല്ലാം ഡ്രൈ ആക്കി ഡ്രൈ പ്ലേസിൽ സൂക്ഷിക്കാം. ക്യാനിങ് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ബ്രൗണിങ് ഉണ്ടാവും. The main problem of canning of mushroom is browning. In Europe, to improve the color of the product, blanching of mushroom is often done in citric acid solution. യൂറോപ്പിൽ citric acid solutionൽ ബ്ലാഞ്ച് ചെയ്യാറുണ്ട്. ദെൻ അസ്കോർബിക് ആസിഡ് ആൻഡ് EDT, എത്തിലീൻ ഡയമീൻ ടെട്രാഅസറ്റിക് ആസിഡ്, ഈ സൊല്യൂഷൻ യൂസ് ചെയ്യാറുണ്ട് 1:10 റേഷ്യോയിൽ. ഇത് ഡിസ്കളറേഷൻ, ബ്രൗണിങ്ങിന് പ്രിവെൻറ്റ് ചെയ്യാനാണ്. ഇമേഴ്സിങ് സൾഫൈഡ് സൊല്യൂഷൻ ഓഫ് സൾഫർ പ്രയർ ടു ബ്രാഞ്ചിങ്. അപ്പോൾ സൾഫൈഡ് സൊല്യൂഷനിൽ ഇമേഴ്സ് ചെയ്താലും നമുക്ക് ഈ പ്രോഡക്റ്റിൻ്റെ കളറ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അടുത്തത് പിക്ലിംഗ് ആണ്. പിക്കിളായിട്ട് അച്ചാറായിട്ടിട്ട് സൂക്ഷിക്കാം, കെച്ചപ്പായിട്ട് യൂസ് ചെയ്യാം. പിക്ലിംഗ് ഈസ് എ മെത്തേഡ് ഓഫ് ലോങ് പ്രിസർവേഷൻ ആൻഡ് ദിസ് ഇസ് വെരി യൂസ്ഫുൾ വെൻ മഷ്റൂംസ് ആർ നോട്ട് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. മഷ്റൂം അവൈലബിൾ അല്ലാത്ത സമയത്ത് നമ്മൾ പിക്കിളാക്കി വെച്ചാൽ ഇത് ഉപയോഗിക്കാം. Pickling includes preservatives in brine solution, in acidic solution, in vinegar or without spice, sugar, permissible preservation. ഇപ്പോൾ പിക്ലിങ്ങിൽ ബ്രൈൻ ഉപയോഗിക്കാം, ഉപ്പുവെള്ളം ഉപയോഗിക്കാം, അസിഡിക് സൊല്യൂഷൻ ഉപയോഗിക്കാം, വിനീഗർ ഉപയോഗിക്കാം.
സ്പൈസ് ഉപയോഗിക്കാം, ഷുഗർ, പെർമിസിബിൾ പ്രിസർവേറ്റീവ്സ് ഇതെല്ലാം യൂസ് ചെയ്യാം. ഫസ്റ്റ് സ്ലൈസ്ഡ് മഷ്റൂം ഫ്രൈ ഇൻ ഓയിൽ ഫ്രൈ ചെയ്ത് ബ്രൗൺ കളർ ആവുമ്പോൾ അതിനെ ഒരു പാനിലോട്ട് മാറ്റും. ദെൻ ഇത് കൂൾ ചെയ്യും. ദെൻ ഇത് ബോട്ടിലോട്ട് ഫില്ല് ചെയ്ത് വയ്ക്കും. അതിനുശേഷം ഏതാണെന്ന് വെച്ചാൽ പ്രിസർവേറ്റീവ്സ് അതിലോട്ട് ഒഴിച്ച് വയ്ക്കും. അപ്പോൾ പിക്ലിങ്ങിൽ നമ്മൾ ഇന്ത്യയിൽ പല ടൈപ്പ് പിക്ലിംഗ് മെത്തേഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പിക്ലിങ്ങിൽ നമ്മൾ ഓർമ്മിക്കേണ്ടത് ഇതിൻ്റെ ടേസ്റ്റ്, കൺസിസ്റ്റൻസി ഇതൊക്കെ സൂക്ഷിക്കണം, മാറിപ്പോവാതെ. അപ്പോൾ ഇത് ഇൻ്റർനാഷണൽ വളരെയധികം നമുക്ക് ഇൻ്റർനാഷണൽ സ്കോപ്പുണ്ട് ഇങ്ങനെ പിക്കിളായിട്ട് സൂക്ഷിച്ചാൽ കയറ്റുമതിയൊക്കെ ചെയ്യാൻ പറ്റും. ദെൻ ലാസ്റ്റ് വൺ ഫ്രീസ് ഡ്രൈ എന്ന് പറഞ്ഞാൽ മഷ്റൂംസിനെ 0.05% സോഡിയം മെറ്റാബൈസൾഫേറ്റ് ആൻഡ് 2% സോൾട്ട് 30 മിനിറ്റ് സൂക്ഷിക്കുന്ന ഒരു ടെക്നിക്കാണ്. സോഡിയം മെറ്റാബൈസൾഫേറ്റ് ആൻഡ് 2% സോൾട്ട്. ദെൻ ഇതിനെ ബ്ലാൻഡ് ചെയ്യും, സൊല്യൂഷനിൽ ബ്ലാൻഡ് ചെയ്യും, ചൂടുവെള്ളത്തിലിടും. അതിനുശേഷം വീണ്ടും ഇത് ഫ്രോസൺ അല്ലെങ്കിൽ ഫ്രീസ് ചെയ്യും. -22 ഡിഗ്രി ഫാരൻഹീറ്റിൽ 1 മിനിറ്റ് ഫ്രോസൺ ചെയ്യും. ദെൻ ഇതിനെ ഡ്രൈ ചെയ്യും. ഫ്രോസൺ മഷ്റൂംസ് ആർ ഡ്രൈഡ് ടു എ മോയ്സ്ചർ കണ്ടൻറ്റ് ഓഫ് 3%. മോയ്സ്ചർ കണ്ടൻറ്റ് 3% ഉണ്ടാകുന്നത് വരെ ഡ്രൈ ചെയ്യും. അതൊരു ഫ്രീസ് ഡ്രയർ വെച്ചാണ് ഡ്രൈ ചെയ്യുന്നത്. ഒരു മെഷീനാണ് ഫ്രീസ് ഡ്രയർ. അതിനുശേഷം പാക്ക് ചെയ്യും, ക്യാനിൽ പാക്ക് ചെയ്യും. അത് വാക്വത്തിലാണ്, വായു കടക്കാത്ത ക്യാനിൽ പാക്ക് ചെയ്യും. ഇനി വേറെ മെത്തേഡ്, സെക്കൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഹാർവെസ്റ്റിംഗ് ദ മഷ്റൂംസ് ആർ പ്രീ കൂൾ ടു ടെമ്പറേച്ചർ 2 to 4 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഈ ഹാർവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ മഷ്റൂംസിനെ 2 to 4 ഡിഗ്രി സെൽഷ്യസിൽ കൂൾ ചെയ്യും. ദെൻ അറ്റ് ദ ഫ്രീസിങ് പ്ലാന്റ് ദേ ആർ സോർട്ടഡ് ഔട്ട്, വാഷ്ഡ് ആൻഡ് പ്രീ ട്രീറ്റഡ്. അപ്പോൾ അവിടെ വെച്ച് തന്നെ ദേ ആർ സോർട്ടഡ് ഔട്ട്, വാഷ്ഡ് ആൻഡ് പ്രീ ട്രീറ്റഡ്. അവിടെ ക്ലോറിൻ എന്ന് പറഞ്ഞൊരു ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്, 50 parts per million. അത് നമുക്ക് സ്റ്റെറിലൈസേഷൻ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാം. ക്ലോറിൻ മൈക്രോബിനെയൊക്കെ നശിപ്പിക്കാനാണ് യൂസ് ചെയ്യുന്നത്. ഇത്രയാണ് ഡിഫറെൻറ്റ് പ്രിസർവേറ്റീവ് മെത്തേഡ്സ്.